അല്ലാഹു തരുന്ന ബറക്കത്ത് വളരെ വിശാലമാണ്. ആ ബറക്കത്ത് മതി നമ്മുടെ പണത്തിന്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇറാഖ് എന്ന് പറയുന്ന രാജ്യത്തെ കീഴടക്കുകയാണ്. ഇറാഖ് എന്ന് പറയുന്ന രാജ്യത്തെ കീഴടക്കിയിട്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു സ്വത്തുവകകളും ആഭരണങ്ങളും എല്ലാം കിട്ടിയപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരയുകയാ. അണികൾ വന്നിട്ട് ചോദിക്കുന്ന, പ്രിയപ്പെട്ട ഖലീഫ, അവിടെ നിന്നിരാ കരയുന്നത്? സ്വത്ത് കിട്ടിയില്ലേ, ആഭരണം കിട്ടിയില്ലേ, അധികാരം കിട്ടിയില്ലേ, ഇറാഖ് എന്ന രാജ്യത്തെ പിടിച്ചടക്കാ കഴിഞ്ഞില്ലേ, പിന്നെന്തിനാ അവിടെ നിന്ന് പൊട്ടിക്കരയുന്നതെന്ന് ചോദിച്ചപ്പോ ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് പറഞ്ഞതെന്താ? ഇന്നലിൽ മാലി ലററാറാ കലറാരത്തിൽ ഖംരി. കള്ളു മനുഷ്യന്റെ തലച്ചോറിനെ പിടിക്കുന്ന പോലെ, കള്ളു മനുഷ്യന്റെ മസ്തിഷ്കത്തെ മരവിപ്പിക്കുന്നത് പോലെ സമ്പത്ത് മനുഷ്യനെ പിടിച്ചടക്കുന്നതാ. ഒരുപാട് പണം വന്നു പോയ അല്ലാഹുവെ മറക്കുന്നതാ. ഒരുപാട് സുഖം വന്നു പോയ അല്ലാഹുവെ മറക്കുന്നതാ. ഒരുപാട് ആഡംബരം വന്നു പോയ പടച്ചോനെ മറക്കുന്നതാ. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വേണ്ടി ഓടി വരികയാ. അസ്ർ നിസ്കാരത്തിന് ഓടി വരുമ്പോ സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ ആരംഭപ്പുവായ റസൂൽ നിസ്കാരം കഴിഞ്ഞിട്ട് സലാം വീട്ടുന്ന രംഗമാ കണ്ടത്. ഉമർ റളിയല്ലാഹു അൻഹു കരയുകയാ. സലാം വീട്ടിയ പ്രവാചകന്റെ മുമ്പ് പോയിരുന്നിട്ട് കരഞ്ഞുകൊണ്ട് പറയുന്ന, നബിയേ, ഇന്നലെ ഞാൻ വാങ്ങി ഈന്തപ്പനത്തോട്ടമുണ്ടല്ലോ, അത് അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി സ്വതക്ക തരുന്ന നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, എന്തേ ഉമർ ഇതിന്റെ കാരണോ? ഉമർ റളിയല്ലാഹു അൻഹു പറയുന്ന, നബിയേ, ആ ഈന്തപ്പനത്തോട്ടത്തിൽ വെള്ളമൊഴിച്ചു കൊടുത്തത് കൊണ്ട്, ആ ഈന്തപ്പനത്തോട്ടത്തിൽ വെള്ളമൊഴിക്കാൻ പോയത് കൊണ്ട് എന്റെ അസ്ർ നിസ്കാരത്തിന്റെ പ്രവാചകന്റെ കൂടെയുള്ള ജമാഅത്ത് നഷ്ടപ്പെട്ടു പോയി നബിയേ. അതുകൊണ്ട് ആ തോട്ടം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞവർ ദുനിയാവിന്റെ ആഡംബരത്തിന്റെ അപകടമറിഞ്ഞവരാ. നമ്മളോ ഭർത്താവ് ഗൾഫിൽ നിന്ന് വന്നാ പിന്നെ മുസല്ലമടക്കി കട്ടിലിന്റെ അടിയിൽ വലിച്ചെറിയുന്ന കാസർഗോഡ് ജില്ലയിലെ പെങ്ങളെ, പർദ്ദ കൊണ്ട് മാത്രം സ്വർഗം കിട്ടുമെന്ന് മോഹിക്കണ്ട, മക്കനെ കൊണ്ട് മാത്രം സ്വർഗം കിട്ടുമെന്ന് മോഹിക്കണ്ട, ഭർത്താവിന്റെ കൂടെ ആണ്ട് നേർച്ചയ്ക്ക് മുറൂസിനും പോയത് കൊണ്ട് മാത്രം സ്വർഗം കിട്ടുമെന്ന് കരുതണ്ട. അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് ഓരോ സെക്കൻഡും ചെലവഴിക്കാ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് മനസ്സ് വെക്കണേ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഇന്നലിൽ മാലി ലററാറാ കലറാറത്തിൽ ഖംരി. സമ്പത്തിന്റെ ഒരു മാസ്മരിക ശക്തിയുണ്ട്. കലറാറത്തിൽ ഖംരി, കള്ളിന്റെ ശക്തി പോലെ, കള്ള് തലച്ചോറിൽ പിടിക്കുന്ന പോലെ, കള്ള് മസ്തിഷ്കത്തെ മരവിപ്പിക്കുന്ന പോലെ പണം മനുഷ്യനെ മരവിപ്പിക്കുന്നതാ. ചില ആൾക്കാരൊക്കെ ഗൾഫിൽ പോയിട്ട് വന്നാ പിന്നെ ആരും അറിയൂല. 10 കാശ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആരെയും തിരിച്ചറിയൂല. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇറാഖ് എന്ന് പറയുന്ന രാജ്യത്തെ പിടിച്ചടക്കി ധാരാളം സ്വത്തും സമ്പാദ്യവും ഒക്കെ കിട്ടിയതിന്റെ പേരിൽ എന്തിനാണ് ഞാൻ കരയുന്നതെന്ന് ചോദിച്ച സഹാബ, ഈ സ്വത്തിന്റെ പേരിൽ നിങ്ങളുടെ മനസ്സ് മാറാൻ സാധ്യതയുള്ളത് കൊണ്ട് ഞാൻ പൊട്ടിക്കരയുകയാണ്. അല്ലാഹു തആല നമ്മെ കാത്തിരക്ഷിക്കട്ടെ. ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പ്രവാചകന്റെ മുമ്പ് വന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങ് എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. ഉദുല്ലാഹ അയ്യജഅലനി മുസ്തജാബ ദഅവാ. അല്ലാഹു ദുആ സ്വീകരിക്കപ്പെടുന്ന ഒരാളാകണമെന്ന് ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി അല്ലാഹുവിന്റെ നബി അവിടെ ദുആ ചെയ്യണം. നമ്മൾ ചെയ്യുന്ന ദുആ അല്ലാഹു സ്വീകരിക്കണമെന്ന് ആഗ്രഹിക്കാത്ത എത്ര പേരുണ്ട്? എല്ലാവർക്കും ആഗ്രഹമുണ്ട്. ചോദിച്ച അപ്പ കിട്ടണമെന്നാണ് നമ്മുടെ ആഗ്രഹം. ചോദിച്ചാൽ ആ സെക്കൻഡിൽ കിട്ടണം. ഇല്ലെങ്കിൽ നമുക്ക് മുമ്പ് ഒരാള് റമളാൻ മാസത്തിൽ ലൈലത്തുൽ ഖദർ ചോദിച്ചു. റമളാൻ മാസത്തിൽ ലൈലത്തുൽ ഖദർ ചോദിച്ചു. അയാൾ എന്ത് കാര്യം ചോദിച്ചാൽ അപ്പടി കിട്ടണം, ഇല്ലെങ്കിൽ വലിയ പാടാ. അങ്ങനെ അള്ളാന്റെ പള്ളിക്കകത്ത് ലൈലത്തുൽ ഖദർ ഇരിക്കാൻ വേണ്ടി പോയി. ലൈലത്തുൽ ഖദറിൽ ഇഅ്തികാഫ് ഇരിക്കാൻ വേണ്ടി അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇഅ്തികാഫിന്റെ പ്രതിഫലം പറഞ്ഞ പള്ളിയിലേക്ക് അയാൾ നിസ്കരിക്കാൻ വേണ്ടി പോയി. എല്ലാ ഉപ്പപ്പമാരും പള്ളിയുടെ ഫ്രണ്ടിൽ പോയി, അല്ലാഹുവേ ലൈലത്തുൽ ഖദർ തരണേ അല്ലാ, ലൈലത്തുൽ ഖദർ തരണേ അല്ലാ എന്ന് ദുആ ചെയ്തുകൊണ്ടിരിക്കുക. ഇയാളും പോയിട്ട് ലൈലത്തുൽ ഖദർ തരണേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്തുകൊണ്ടിരുന്നു. അന്ന് പഴയതുപോലെ
ഇന്നത്തെ പോലെ ലൈറ്റും വലിയ വലിയ പ്രകാശമുള്ള ട്യൂബ് ലൈറ്റുകളൊന്നുമില്ല. ആ ഒരു മണ്ണെണ്ണ വിളക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. അതിങ്ങനെ പള്ളിയുടെ പുറകുഭാഗത്ത് കെട്ടിത്തൂക്കിയിട്ടിരിക്കും. പള്ളിയുടെ പുറകുഭാഗത്ത് ഇങ്ങനെ കെട്ടിത്തൂക്കിയിട്ടിരിക്കും. അത്ര മാത്രമേ ഉണ്ടാവുള്ളൂ മണ്ണെണ്ണ വിളക്ക്. ആ മണ്ണെണ്ണ വിളക്ക് ദാവൂദ് നബി അലൈഹിസ്സലാം സബൂർ എന്ന് പറയുന്ന കിതാബ് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരാൾ മുമ്പിരുന്ന് ഉറങ്ങി. അപ്പൊ ദാവൂദ് നബി അലൈഹി സ്വലാമിന് അള്ളാഹ് വഹി അറിയിച്ചു കൊടുത്തു, അള്ളാഹുവിന്റെ കാര്യം പറയുമ്പോൾ ഉറങ്ങുന്നവനെ അവന്റെ കാര്യം പറയുമ്പോൾ അള്ളാഹു ഉറങ്ങുമെന്ന് പറയാൻ പറഞ്ഞു ദാവൂദ് നബിയോട്. ദാവൂദ് നബി അങ്ങനെ പ്രസംഗിച്ചപ്പോ അടുത്തിരിക്കുന്നവൻ വിളിച്ചുണർത്തി. അപ്പോ അള്ളാഹു വഹി അറിയിച്ചു കൊടുത്തു ദാവൂദ് നബിക്ക്, ശ്രദ്ധിക്കാതെ മറ്റുള്ളവർ ഉറങ്ങുന്നോ ഉണ്ടെന്നോ നോക്കിക്കൊണ്ടിരിക്കുന്നവന് അള്ളാഹു ശ്രദ്ധിക്കൂല എന്ന് പറയാൻ പറഞ്ഞു. അപ്പൊ പ്രശ്നമാണ്, ഏതായാലും പ്രശ്നമാണ്. നമ്മുടെ ശ്രദ്ധ ഇങ്ങോട്ടിരിക്കട്ടെ, ഉറങ്ങേ വീഴെ അള്ള കാക്കട്ടെ. അപ്പോ സമ്പത്ത് ഒരുപാട് കൂടുമ്പോ, പ്രത്യേകിച്ച് ഹറാമായ സമ്പത്ത് കൂടിയാൽ എന്തായാലും നമ്മുടെ മനസ്സ് മാറിപ്പോകും. ഹലാലായ സമ്പാദ്യം നമുക്ക് അധികരിച്ചാലും മനസ്സ് മാറിപ്പോകും. അതുകൊണ്ട് ചെയ്യുന്ന ദുആ അല്ലാഹ് സ്വീകരിക്കണമെന്ന് ആഗ്രഹിക്കാത്ത ആരാവുള്ളത്? ദുആ സ്വീകരിക്കണം, നമ്മുടെ എല്ലാവരുടെയും ദുആ സ്വീകരിക്കണം. ലൈലത്തുൽ ഖദർ ചോദിക്കാൻ വേണ്ടി മണ്ണെണ്ണ വിളക്കിന്റെ നേരെ താഴെ ഒരാൾ പോയിരുന്നിട്ട് ദുആ ചെയ്യുക, അല്ലാഹു ലൈലത്തുൽ ഖദർ തരണേ അല്ലാഹ്. ചെറിയ വെളിച്ചേ ഉള്ളൂ. അപ്പൊ ഈ മണ്ണെണ്ണ വിളക്ക് പൊത്തിട്ടുണ്ടായിരുന്നു, ചെറിയ ഒരു ഹോൾ ഉണ്ടായിരുന്നു. ഇപ്പൊ ഓരോ തുള്ളി മണ്ണെണ്ണ ഇങ്ങനെ വന്ന് വീഴാണ്. ഇവൻ ഇങ്ങനെ ലൈലത്തുൽ ഖദർ താ അല്ലാഹ് എന്ന് പറയുമ്പോൾ ഒരു തുള്ളി വന്ന് തല വീഴും. ഇവൻ പറയും അൽഹംദുലില്ലാഹ്. രണ്ടാമത് വീണ്ടും തുള്ളി ഇങ്ങനെ വീഴുമ്പോ ഇവൻ പറയും ലൈലത്തുൽ ഖദർ ഇങ്ങനെ എല്ലാവർക്കും ചോദിച്ച ഉടനെ കിട്ടുന്നത് കൊണ്ടാ ഫ്രണ്ട് സഫിൽ ഇരിക്കുന്നവരൊക്കെ അനങ്ങാതെ ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് മൂപ്പര് കരുതി. അവസാനം മണ്ണെണ്ണ തീർന്ന് വിളക്കണഞ്ഞപ്പോ പുള്ളി അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ് വീട്ടിൽ ചെന്നു. പെണ്ണുമുള്ള ചോദിച്ചു, ആദ്യമായി ലൈലത്തുൽ ഖദറിന് പോയ നിങ്ങളാ, എന്തേ പെട്ടെന്ന് തിരിച്ചു വന്നെന്ന് ചോദിച്ചു. ലൈലത്തുൽ ഖദർ എനിക്ക് കിട്ടി. എങ്ങനെ കിട്ടിയത്? ലൈലത്തുൽ ഖദർ കിട്ടി, പക്ഷേ ഒരു ചെറിയ മണ്ണെണ്ണയുടെ ഗ്യാസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തൊട്ട് മണപ്പിച്ചു കൊടുക്കാൻ. ചോദിക്കുന്നത് അപ്പോഴപ്പോഴും കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നത് ഒരു മണ്ടത്തരമാണ്. പതുക്കെ കിട്ടുള്ളൂ. പക്ഷേ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ആഗ്രഹം എന്താ? അല്ലാഹുവേ, ഞാൻ ദുആ ചെയ്യുമ്പോ ആ ദുആ അല്ലാഹു സ്വീകരിക്കണം നബിയേ, അതിനൊരു വഴി പറഞ്ഞു തരുമോ നബിയേ? ചെയ്യുന്ന ദുആ സ്വീകരിക്കാനുള്ള വഴി പറയാൻ പോവുകയാണ്. സഅദ് റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഞാൻ ഈ പറഞ്ഞു തരാൻ പോകുന്ന കാര്യം നിന്റെ ജീവിതത്തിൽ നീ ശ്രദ്ധിച്ചാൽ നിന്റെ ദുആ അല്ലാഹു സ്വീകരിക്കുന്നതാ. ഞാൻ ഈ പറഞ്ഞു തരുന്ന കാര്യം നിന്റെ ജീവിതത്തിൽ നീ ശ്രദ്ധിച്ചാൽ നിന്റെ ദുആ അല്ലാഹു സ്വീകരിക്കുന്നതാണ്. കാസർഗോഡ് ജില്ലയിലെ ഹദ്ദാദ് നഗറിൽ ഒരുമിച്ച് കൂടിയ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുകയാ, ഈ കാര്യം ചെയ്യാ നിങ്ങൾ ഒരുക്കമാണോ? ഒരുക്കമാണോ? ഇൻഷാ അല്ലാഹ്. അങ്ങനെ ഒരുങ്ങിയാൽ നിങ്ങളെ ദുആ അല്ലാഹ് സ്വീകരിക്കും. എന്ത് ചെയ്താലും അല്ലാഹ് അപ്പം സ്വീകരിക്കും. നബി തങ്ങൾ സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കാൻ പോകുന്ന മറുപടിയാ, ഉദുല്ലാഹ അയജഅലനി മുസ്തജാബ ദഅവാ. നബിയേ, ദുആ സ്വീകരിക്കപ്പെടാൻ അവിടെ നിന്ന് ദുആ ചെയ്യണം. ഞാൻ ചെയ്യുന്ന ദുആ അല്ലാഹ് സ്വീകരിക്കണം നബിയേ. അങ്ങനെ ഒരു പവർ എനിക്ക് കിട്ടണമെന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുന്നു, ഞാൻ ഈ പറയുന്ന കാര്യം ചെയ്താ മതി. ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ ദുആ അല്ലാഹ് സ്വീകരിക്കും. ചെയ്യാൻ ഒരുക്കമാണോ? ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് എന്ന് ഉറച്ചു പറഞ്ഞ ഇൻഷാ അല്ലാഹ്. അല്ലാഹു നമ്മുടെ നിയ്യത്ത് കബൂലാക്കട്ടെ. അല്ലാഹുവിന്റെ റസൂല് പറയുന്ന കാര്യം എന്താ? അത്തിബ് മതഅമക കുൻ മുസ്തജാബ ദഅവാ. അത്തിബ് മതഅമക, നിന്റെ ഭക്ഷണത്തെ നീ നന്നാക്കുക എന്ന് പറഞ്ഞാൽ വലിയ ഗ്ലാമർ വരുത്തുക എന്നല്ല. ഗ്ലാമർ എന്ന് പറഞ്ഞാൽ കാസർഗോഡ് കണ്ണൂർ ജില്ലയുടെ ഭക്ഷണത്തിന് വല്ലാത്ത ഗ്ലാമറല്ലേ. ഇന്ന് വൈകുന്നേരം ചായ കുടിക്കാനായി കൊണ്ടിരുത്തിയ വീടിന്റെ മുമ്പ് നിരത്തി വെച്ച ഭക്ഷണം ഉണ്ടല്ലോ, പേരൊന്നും എനിക്കറിയില്ല, പേര് പറയാനും എനിക്കറിയില്ല. കേട്ടു പണ്ട് പിന്നെ നമ്മൾ ദറസി പഠിക്കുമ്പോൾ ഇസ്ലങ്കി സർവാക്കണ പോലെയുള്ള പേരുകളാ ഇപ്പോഴത്തെ ഭക്ഷണത്തിന്റെ പേര്. എല്ലാം പല മോഡലാണ്. ഇന്ത്യയിലെ പടത്തിന്റെ മോഡലിലുള്ളതുണ്ട്, ഫുട്ബോൾ പോലെ ഇരിക്കുന്നതുണ്ട്, ക്രിക്കറ്റ് ബാറ്റ് പോലെ ഇരിക്കുന്നതുണ്ട്. ഇതിനൊക്കെ പ്രത്യേകിച്ച് ഓരോ പേരുകളുണ്ട്. കാണാൻ നല്ല ഭംഗിയാ. പിന്നുണ്ടല്ലോ, മുട്ട ഇങ്ങനെ എടുത്തിട്ട് നേർ പകുതിയായി രണ്ടാക്കി മുറിച്ചിട്ട് അതിന്റെ മുകളിൽ ചെറിയ ഉള്ളി, ചെറിയ മുളക്, ചെറിയ ഉപ്പ്, ചെറിയ എന്തൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നല്ല ഗ്ലാമറിൽ വെച്ചിരിക്കുക. കണ്ടാൽ നോമ്പുള്ളവൻ വരെ എടുത്ത് കഴിച്ചു പോകും, അത്രയ്ക്ക് ഭംഗിയാണ്.
അപ്പോ അത്തീബ് മത്തേമക്ക് ആ ഭക്ഷണം ഭംഗിയാക്കാൻ പറഞ്ഞാൽ കറങ്ങുന്ന കോഴിയുടെ ഭംഗിയല്ല പറഞ്ഞത്, ഷവർമ്മയുടെ ഭംഗിയല്ല പറഞ്ഞത്, സാൻഡ്വിച്ചിന്റെ ഭംഗിയല്ല പറഞ്ഞത്, ജ്യൂസ് ഒഴിച്ചു കൊടുക്കുന്ന ക്ലാസിന്റെ ഭംഗിയല്ല പറഞ്ഞത്. പിന്നെ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതെന്താ? അത്തിബ് മത്തഅമക, നിന്റെ ഭക്ഷണം ഹലാലായതായ കുൻ മുസ്തജാബദ്ദഅവ, നീ ദുആ സ്വീകരിക്കപ്പെടുന്നവനാകും. നിങ്ങളപ്പോ പറയൂ, ഉസ്താദേ ഞാൻ ചെറിയ പരിചയമായിട്ടൊക്കെ ബന്ധപ്പെട്ടു പോയി, അതുകൊണ്ട് ഇന്നത്തെ രാത്രി ഞാൻ തീരുമാനിക്കുന്നു 1 മാസം കൂടി ആ പരിചയമായി ബന്ധപ്പെട്ടിട്ട് മാറിക്കൊള്ളാം. അത് പാടില്ല. നാളെ മരണപ്പെട്ടു പോയാൽ അള്ളാന്റെ പള്ളിപ്പറമ്പലിന്റെയും നിങ്ങളുടെയും മയ്യത്ത് കൊണ്ടുവച്ചാൽ അഭിമാനത്തോടെ അള്ളാഹുവിന്റെ ബർസഖ ജീവിതത്തിൽ അഭിമാനത്തോടെ കിടന്നുറങ്ങണമെങ്കിൽ ഹറാമായ ഭക്ഷണം നമുക്ക് കിട്ടാൻ പാടില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹത്തിനോട് ഭാര്യ ഒരു ദിവസം പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, എനിക്ക് അലുവ കഴിക്കണമെന്ന മോഹമുണ്ട്, നടത്തി തരുമെന്ന് ചോദിച്ചു. അലുവ അന്നത്തെ കാലത്ത് ഇന്നത്തെ നമ്മൾ അലുവയെ പോലെയുള്ള അലുവ കാണൂല. അലുവ എന്ന് പറഞ്ഞാൽ മധുരമുള്ളത് എന്ന് മാത്രമേ അർത്ഥമുള്ളൂ, മധുരമുള്ളത്. അപ്പൊ അന്നത്തെ അലുവ ഏതാണോ അത്. ഇനിയിപ്പോ നിങ്ങൾ ചോദിക്കും, ബുഖാരിയിലുണ്ടോ? അബൂബക്കറിന്റെ ഭാര്യ അലുവ ചോദിച്ചൊന്ന് ബുഖാരിയിലുണ്ടോ വാക്കവി എന്ന് ചോദിച്ചാൽ ബുഖാരിയിലില്ല. നിങ്ങൾ ഇനി അത് ചോദിച്ചോണ്ട് വരണം. എല്ലാവർക്കും ബുഖാരി ചോദിപ്പോൾ ഇച്ചിരി കൂടുതല, അങ്ങ് മാറിക്കോളും കുറച്ച് കഴിയുമ്പോൾ. കുറച്ചു പേർക്കൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോ അലുവ ചോദിച്ചു, വേണമെന്ന് പറഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പെണ്ണേ അലുവ വാങ്ങിത്തരാൻ എന്റെ കയ്യിൽ കാശില്ല. ആരാ പറയുന്നത്? ആരംഭ റസൂലിന്റെ അരികത്തായുറങ്ങുന്ന അതിർപ്പൂ അബൂബക്കർ ഉമറന്നോരേ, സ്വർഗ ഇടം കണ്ട് കരൽ പോട്ടി തകർന്നോനാണേ. അള്ളാന്റെ റസൂലിന്റെ ചാരത്ത് കിടന്നിറങ്ങുന്ന ഇസ്ലാമിക ചരിത്രത്തിന്റെ രാജകുമാരനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാ, കാസർഗോഡ് ജില്ലയിലെ അദ്ദാദ് നഗറിൽ വന്ന പാവപ്പെട്ട പെങ്ങളെ, നിന്റെ ഭർത്താവിനോട് നീ എന്തെങ്കിലും കഴിക്കണമെന്ന് പറഞ്ഞാൽ വാങ്ങിക്കൊണ്ട് തരാതിരിക്കുമോ? കറങ്ങണ കോഴി വേണമെന്ന് പറയുമ്പോ ഒരു കറക്കത്തിനകത്ത് വാങ്ങിക്കൊണ്ട് തരുന്ന മണവാളന്റെ പവർ മറന്നു പോകുന്ന പെണ്ണേ, എന്തിനേറെ മോഡൽ ആഭരണം വേണമെന്ന് പറയുമ്പോ, വസ്ത്രം വേണമെന്ന് പറയുമ്പോ, സുഖം വേണമെന്ന് പറയുമ്പോ, സന്തോഷം വേണമെന്ന് പറയുമ്പോ അത് മുഴുവനും നിനക്ക് വാങ്ങിക്കൊണ്ട് തരുന്ന ഭർത്താവിന്റെ പവർ അറിയാത്ത പെങ്ങളെ, അതിനുള്ള എല്ലാ സാമ്പത്തിക ശേഷി അല്ലാഹു തന്നനുഗ്രഹിച്ചിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്ന പെണ്ണെ, നിനക്ക് അലുവ വാങ്ങിത്തരാനുള്ള കാശന്റെ കൈവശമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കരയുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭാര്യയോട് ചോദിക്കുകയാ, ദുനിയാവിലെ അലുവ വേണമോ ആഖിറത്തിന്റെ അലുവ വേണമോ? അത് മൗലിയാക്കന്മാരുടെ സ്ഥിരം ചോദ്യമാണ്. പെണ്ണ് സാരി വേണമെന്ന് പറയുമ്പോൾ ദുനിയാവിലെ സാരി വേണോ ആഖിറത്തിലെ സാരി വേണോ? പെണ്ണ് പേടിച്ചിട്ട് ആഖിറത്തിലെ മതി എന്ന് പറയുമ്പോൾ ശരി, അപ്പൊ അസ്സലാമു അലൈക്കും, ആ കാര്യത്തിൽ നിന്ന് രക്ഷപ്പെടാലോ. നിങ്ങൾക്കും അങ്ങനെ ചോദിക്കാം, ഈമാനുള്ള പെണ്ണ് ആഖിറത്തിലെ സാരി വേണമെന്ന് പറയുള്ളൂ. പക്ഷെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയ്ക്ക് ഈമാനില്ല എന്ന് പറയാൻ പറ്റോ? ദുനിയാവിലെ അലുവ വേണോ ആഖിറത്തിലെ അലുവ വേണോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഭാര്യയ്ക്ക് മനസ്സിലായി ഈ സംഭവം. മൂപ്പരുത്തി പറഞ്ഞു, എനിക്ക് ദുനിയാവിലെ അലുവ മതി തൽക്കാലം, ആഖിറത്തിലെ ഞാൻ പിന്നെ പടച്ചോണ്ടെന്ന് വാങ്ങിച്ചോളാം. കുടുങ്ങി. കൊടുത്തല്ലേ പറ്റൂ. കാശില്ല എന്ന് പറഞ്ഞു. കാശില്ല എന്ന് പറയുമ്പോ പെട്ടിയും പ്രമാണം എടുത്തുകൊണ്ട് ആ ഭാര്യ വീട്ടിൽ പോവില്ല. ഈമാനും തഖ്വയും തന്റെ ഉള്ള പെണ്ണ. ഇന്നത്തെ പെണ്ണുങ്ങളെ പോലെ ഭർത്താവിന്റെ കാലിൽ കുരു വരുമ്പോ വാപ്പാക്ക് സുഖമില്ല എന്ന് പറഞ്ഞ് പെട്ടിയെടുത്തുണ്ടെങ്കിൽ വീട്ടിൽ പോവും. ആ സ്വഭാവമില്ല. ഭർത്താവ് നിനക്ക് ഈ ജീവിത കാലഘട്ടത്തിൽ മുഴുവനും നിന്റെ പ്രിയപ്പെട്ടവർ ചെയ്തു തരുന്നതിന് തിരിച്ചു നീ കൊടുക്കേണ്ടത് എപ്പോഴാ തിരിച്ചു കൊടുക്കേണ്ടത്? ഇപ്പോഴല്ല, എപ്പോഴാ? ആദ്യം അസുഖം വരുന്നതും തളരുന്നതും ഭർത്താവാണ്, ഭാര്യമാരല്ല. ഭർത്താക്കന്മാരാണ്. പെട്ടെന്ന് ജോലിയൊക്കെ ചെയ്ത് അസുഖം വന്ന് തളർന്ന് കിടക്കുമ്പോ അപ്പോഴാണ് പെണ്ണെ നിന്റെ വിലയറിയുന്നത്.
20 വയസ്സു മുതൽ നിന്നെ ഓമനിച്ച് വളർത്തിയ, 20 വയസ്സു മുതൽ നിന്റെ വികാരവും നിന്റെ വിചാരവും പൂർത്തീകരിക്കാൻ നിന്റെ കൂടെ നിഴല് പോലെ നിന്ന ഭർത്താവിന് വേണ്ടി നീ സഹായം തിരിച്ചു ചെയ്യേണ്ടത് ആ ഭർത്താവ് ഒരുപാട് രോഗിയായി കിടക്കുന്ന സമയത്താണ്. അതുകൊണ്ടാണ് അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് കിട്ടിയ ഭാഗ്യം കണ്ടോ. അല്ലാഹു നമ്മുടെ ഭാര്യമാരെ സ്വാലിഹത്തുകളാക്കി തരട്ടെ. സുഖത്തിന് വേണ്ടി കൊണ്ടു നടക്കാൻ വേണ്ടി എന്തിനാണ് പ്രിയപ്പെട്ടവരെ ഒരു ഭാര്യ? കൂട്ടുകാരനെ കാണിക്കാൻ വേണ്ടി എന്തിനാണ് ഒരു ഭാര്യ? ഒരിക്കലും നമ്മൾ ഭാര്യയെ മറന്നുകൊണ്ട് നമ്മൾ മറ്റൊരു ചിന്തയിലേക്ക് കടന്നു പോകരുത്. എത്രയോ പേര് അറിയപ്പെട്ട ഉസ്താദുമാരെ കുറിച്ച് പോലും അപവാദങ്ങൾ പറഞ്ഞു പരത്തുന്നുണ്ട്. അള്ളാഹുവിനെ സാക്ഷിയാക്കിയിട്ട് മഹർ കൊടുത്തുകൊണ്ട് നിക്കാഹ് ചെയ്ത പ്രിയപ്പെട്ട ഭാര്യയെ വഞ്ചിച്ചു പോകുമെന്ന് പറയാൻ, ഒരാലിമിനെ കുറിച്ച് പറയാൻ എങ്ങനെയാണ്? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നമ്മുടെ മനസ്സത്രത്തോളം ചീഞ്ഞളിഞ്ഞു പോയോ? അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഒരിക്കലും അങ്ങനെ പറയരുത്, അതൊക്കെ അപകടമാണ്. അവർക്കൊക്കെ നാശം അവരുടെ ജീവിതത്തിലൂടെ അള്ളാഹു തിരിച്ചു കൊടുക്കുന്നതാ. അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ എല്ലാവരും കളഞ്ഞിട്ട് പോയി. ശരീരം ദുർഗന്ധം വമിക്കാൻ കഴിയാറ് പൊട്ടിനാറിയപ്പോ എല്ലാവരും കളഞ്ഞിട്ട് പോയി. സ്വത്തുക്കളൊക്കെ പോയി, കുടുംബമൊക്കെ പോയി. അവസാനമതാ ആ ശരീരത്തിൽ നിന്ന് ചീഞ്ചലം ആ ശരീരത്തെ വെള്ളം ചൂടാക്കിയിട്ട് ശരീരത്തിൽ വെച്ചു കൊടുക്കുന്ന, ശരീരം തടവി കൊടുക്കുന്ന ആ ശരീരത്തിന് പോലും അറപ്പ് കൂടാതെ കവിളത്ത് മുത്തം കൊടുക്കുന്ന ഒരു ഭാര്യ, ആ ഭാര്യയായിരുന്നു അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ. കാസർഗോഡ് ജില്ലയിൽ വന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരന്റെ ഭാര്യമാര്, അല്ലാഹുവേ നീ എങ്ങനെയാക്കണേ തമ്പുരാനെ. അപ്പോഴാണ് ആവശ്യമുള്ളത്, ആ സമയത്താണ് ആവശ്യമുള്ളത്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അലിവ കൊടുക്കൂലാന്ന് പറയുമ്പോ പെട്ടിയും പ്രമാണവും എടുത്തുകൊണ്ട് ഇറങ്ങിപ്പോകുന്ന സ്വഭാവക്കാരി ആയിരുന്നില്ല അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ. ക്ഷമയോടുകൂടി കാത്തിരുന്നു. 2 മാസം കഴിഞ്ഞപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം വീട്ടിൽ വന്നപ്പോ മുമ്പിൽ ഒരു പാത്രത്തിൽ അലുവ കൊണ്ട് വെച്ചു കൊടുത്തു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഇത് എവിടുന്നാ? അത് ചോദിക്കണ്ടേ? എവിടെന്നാണ് ചോദിക്കണ്ടേ? ഭാര്യ തരണത് മുഴുവനും വാരി കയറ്റിയിട്ടാണ് ഹറാമൊക്കെ ചെയ്യാൻ തോന്നുന്നത്. ചോദിക്കണം എവിടുന്നാ. അപ്പുറത്തെ വീട്ടിലെ കോഴിയെ പിടിച്ച് കതവിന്റെ ഇടയിൽ വെച്ച് പൊരിച്ചിഞ്ഞ് തരും. ഭർത്താവ് പറയും, ഓ പെമ്പറന്നൂത്തി എന്ന് പറഞ്ഞ എന്തെന്ന് അറിയില്ല ഉസ്താദ്, ഇപ്പൊ സ്നേഹം കൂടി വരിക. സുബൈദയുടെ കോഴി കുറഞ്ഞു വരിക. അങ്ങനെ കൂടിയിട്ട് കാര്യമില്ല. അങ്ങനെ കൂടിയിട്ട് എന്താ? അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയാ, ചോദിക്കണം ഇത് എവിടെ നിന്നാ. മക്കള് സ്കൂളിൽ പോയിട്ട് വന്നപ്പോ ഒരു ഐസ്ക്രീം കുടിച്ചുകൊണ്ട് വരുന്നു, മോനെ ഇത് എവിടുന്നാ? ഇന്നത്തെ ചെറുപ്പക്കാർക്ക് ഒരു സ്വഭാവമുണ്ട്, സ്കൂളിൽ പോയിട്ട് തിരിച്ചു വരാനുള്ള വണ്ടിക്കൂലി വാപ്പ കൊടുത്തേക്കും. എന്നാലും ആ വണ്ടിക്കൂലിക്ക് കാമുകിക്ക് മിസ് കോൾ അടിക്കാൻ വേണ്ടി റീചാർജ് കൂപ്പൺ വാങ്ങിച്ചു കൊടുത്തിട്ട് വഴിയിൽ നിന്നിട്ട് വണ്ടി പോണവരൊക്കെ കൈ കാണിച്ചിട്ട് ലിഫ്റ്റ് തരുമോ. ഇത് ആട്ടിയുടെ കുറവാ. ഒരു വാപ്പായും വണ്ടിക്കൂലിക്ക് കാശ് കൊടുക്കാതെ മക്കളെ പഠിക്കാൻ പെടൂല. ഇതൊക്കെ കൊണ്ടുപോയി കാമുകിയാർക്ക് ചാർജ് ചെയ്ത് കൊടുക്കും. ഇവിടെ റോട്ടിൽ ഇറങ്ങി നിന്നിട്ട് വണ്ടി പോകുമ്പോ അങ്ങനെ കാണിക്കലുണ്ട്. ലിഫ്റ്റ് ചോദിക്കണം എങ്ങനെയാന്നോ, എങ്ങനെ എനിക്കറിയില്ല, എങ്ങനെയാണെന്ന് തോന്നുന്നു എന്റെ ചോദ്യം. അപ്പോ എവിടെന്നാന്ന് ചോദിക്കണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയോട് ചോദിച്ചത് എവിടെന്നാ? മഹദി പറഞ്ഞു, അബൂബക്കറേ, അങ്ങ് ഓരോ ദിവസവും എനിക്ക് ചിലവിന് തന്നുകൊണ്ടിരുന്ന കാശുണ്ടല്ലോ, ആ കാശ് ഇന്നത്തെ പെണ്ണുങ്ങൾ ചിലവ് കാശ് എന്ന് മനോരമ ആഴ്ച പതിവ് വാങ്ങാൻ വേണ്ടി മാറ്റി വെക്കണ പോലെ അലുവയ്ക്ക് വേണ്ടി മാറ്റിവെച്ചു. ചിലവിന് കുറച്ച് കാശ് എടുത്തിട്ട് ബാക്കിയുള്ള കാശ് മാറ്റിവെച്ചു. മാറ്റിവെച്ച് അത് കൂട്ടിവെച്ചിട്ട് ഞാൻ അലുവ വാങ്ങിയതാണെന്ന് പറഞ്ഞപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കണ്ണീരോടെ പറയുന്നു, അല്ലാഹുവേ എനിക്ക് പുറത്തു തരണേ അല്ലാഹ്. എന്റെ ഭാര്യക്ക് ഞാൻ ഇന്നലെ വരെ ചിലവിന് കൊടുത്തത് കൂടിപ്പോയി തമ്പുരാനെ. അതുകൊണ്ടല്ലേ അവൾ അലുവയ്ക്ക് വേണ്ടി കാശ് മാറ്റിയത്. അതുകൊണ്ട് ഇന്ന് മുതൽ ഞാൻ അത്രയും കാശ് കൊടുക്കൂല അല്ലാഹ്. കൂടുതൽ ചിലവിന് കൊടുത്താൽ
അതുപോലും അള്ള ചോദ്യം ചെയ്യുമെന്ന് പഠിപ്പിച്ച അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അണികളാണ് ഞാനും നിങ്ങളും. അല്ലാഹു തആല എനിക്ക് വളരെ വളരെ സന്തോഷം തോന്നി. വെറുതെ ഒരു പരിപാടി വെക്കലായിരുന്നു ആദ്യത്തെ ഇവരുടെ ഉദ്ദേശം. പക്ഷെ ഇപ്പോൾ ആലോചിച്ച് തീരുമാനിച്ച് 7 പെൺമക്കൾക്കൊരു സഹായം. എത്ര പറഞ്ഞാലാണ് മതി വരിക. അള്ളാഹു പടച്ചതമ്പുര മണവറയിലിട്ട് ഒരു ഭർത്താവിന്റെ കഫൻ ഞാൻ പൊതിഞ്ഞിട്ടുണ്ട്, മണവറയ്ക്കകത്തിട്ട്. കഥ നിങ്ങളോട് ഞാൻ പറയുന്നുണ്ട്. അള്ളാഹു താല നമ്മുടെ മക്കളെ ആരുടെയും മുന്നിൽ പോയി കൈനീട്ടാതെ, മക്കൾക്ക് വേണ്ടി ആരുടെയും മുന്നിൽ പോയി കൈനീട്ടാതെ ജീവിക്കാനുള്ള സാമ്പത്തികം അള്ളാഹു നമുക്ക് തരട്ടെ. അതിനുവേണ്ടി നെയ്യത്ത് ചെയ്തുകൊണ്ട് ഇന്നത്തെ ബക്കറ്റ് കളക്ഷൻ 1-2 രൂപയൊന്നും പോരാ, കാര്യമായി തുക ഇടണം. എൻ്റെ കയ്യിലുള്ള ഒരു തുക എൻ്റെ അരുമ മക്കൾക്ക്, അവർക്ക് വേണ്ടി വേറൊരാളുടെ മുന്നേ പോയി എൻ്റെ സുഖമില്ലാതെ കിടക്കാൻ, എൻ്റെ മക്കൾ പട്ടിണിയാണ് എന്ന് പറഞ്ഞ് കൈനീട്ടുന്ന ഗതികേട് വരല്ലേ അല്ലാ എന്ന് നിയ്യത്ത് ചെയ്തുകൊണ്ട് ഞാൻ സ്വതക്ക ചെയ്യുന്ന പോലെ അവരവരുടെ മക്കൾക്ക് വേണ്ടി, കുടുംബജീവിതത്തിന്റെ ഐശ്വര്യത്തിന് വേണ്ടി, ബറക്കത്തിന് വേണ്ടി നിയ്യത്ത് ചെയ്ത് നിങ്ങളും സ്വതക്ക ചെയ്യുക. ചെറുതാവണ്ട, തീരെ ചെറുതാവണ്ട. അള്ളാഹു അല്ലേ തരുന്നത്, പണം തരുന്നത് അള്ളാഹുവാ. അള്ളാഹ് ഉദ്ദേശിക്കുമ്പോൾ തിരിച്ചെടുക്കും. ഒരു പൊന്നുമോനും കൊടുക്കാതിരിക്കാൻ പറ്റൂല. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. അല്ലാഹുവേ, കരുണക്കടലായ രാജസയ്യിദായ പടച്ചവനെ, 7 പാവപ്പെട്ട മക്കളുടെ കല്യാണത്തിന് വേണ്ടി ഈ ബക്കറ്റ് മുമ്പിലൂടെ കൊണ്ടുപോകുമ്പോ 100, 500, 1000 രൂപയായി മുഖം നോക്കാതെ ആരെല്ലാം സ്വതക്ക ചെയ്യുന്നുവോ അവരെ നീ അനുഗ്രഹിക്കണേ അല്ലാ, അവരെ അനുഗ്രഹിക്കണേ അല്ലാ. അവിടെ സമ്പത്ത് അധികരിപ്പിക്കണേ അല്ലാ, അവിടെ വിഷമങ്ങളെ മാറ്റിക്കൊടുക്കണേ അല്ലാ. പടച്ചവനെ, അവരുടെ മക്കൾക്ക് വേണ്ടി ഒരിക്കലും മറ്റൊരാളുടെ മുന്നിൽ പോയി കൈനീട്ടുന്ന ഒരവസ്ഥ നീ കൊടുക്കല്ല റഹ്മാനെ. എല്ലാവിധ സാമ്പത്തിക പ്രയാസത്തിൽ നിന്ന് അവരെ നീ കാത്തുരക്ഷിക്കണേ അല്ലാ. അപ്പൊ അതിന് പോലും അള്ളാഹുവിന്റെ അടുത്ത് ചോദ്യമുണ്ട് എന്ന് മനസ്സിലാക്കി സാമ്പത്തിക വിഷയത്തിൽ സൂക്ഷ്മത പാലിച്ചു പോയെങ്കിൽ, ബഹുമാനമുള്ളവരെ, ഒരിക്കൽ അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബഹുമാനപ്പെട്ട മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ കാണുകയാണ്. അലി റളിയല്ലാഹു അൻഹു പറയുന്നു, അള്ളാന്റെ റസൂലിന്റെ അടുത്ത് ഞങ്ങൾ ഇരിക്കുമ്പോ മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു കടന്നു വരികയാണ്. മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ശരീരം വമാ ബിഹാ അറഖുല്ലാ വലാ അഹ്സനു ലിമ്മത്തൻ മിൻകാ. ആ മിസ്അബിന്റെ ശരീരം കണ്ട് പ്രവാചകൻ പറയുകയാ, മിസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിൽ തുന്നിച്ചേർത്തിരിക്കപ്പെടുന്ന വസ്ത്രം കണ്ടപ്പോ, മിസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തില് കണ്ടം വെച്ച തുണി കൊണ്ട് കോട്ട് വെച്ചിട്ടുകൊണ്ട് വരുന്നത് കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, മിസ്അബേ, നിന്നെ പോലെ വിലപിടിപ്പുള്ള വസ്ത്രം ധരിച്ചിരുന്നവര് മക്കയിൽ ഉണ്ടായിരുന്നില്ല മിസ്അബേ. നിന്നെ പോലെ വിലപിടിപ്പുള്ള ആഭരണങ്ങൾ, നിന്നെ പോലെ വിലപിടിപ്പുള്ള സുഗന്ധം പൂശിയിരുന്നവര് ഈ മക്കയിലില്ലായിരുന്നു മിസ്അബേ. എന്നിട്ട് നിനക്കിപ്പോൾ ഈ അവസ്ഥ വന്നു പോയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാന്റെ ഹബീബിന്റെ കണ്ണ് നിറഞ്ഞൊഴുകി പോരെങ്കിൽ അവരൊക്കെ അള്ളാന്റെ പരലോകത്തിന് വേണ്ടി ജീവിച്ചവരാ, അവരൊക്കെ ആഖിറത്തിന് വേണ്ടി കറ്റപ്പെട്ടവരാ. എന്റെ പ്രിയപ്പെട്ട ഹദ്ദാദകൾ ഒരുമിച്ച് കൂടിയാ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട് കണ്ണുനീരോടുകൂടി ഒരു സംഭവം ഞാൻ പറയുകയാ. 7 പെൺമക്കളുടെ കല്യാണത്തിന് വേണ്ടി പണം ചെലവഴിക്കുന്ന, ചോദിക്കാതെ തന്നെ സ്വർണം കൊടുത്തേക്കുന്ന, ആവേശത്തോടെ അടുത്ത വർഷം ഒരു പെൺകുട്ടിയെ, അടുത്ത പെൺകുട്ടിയെ ഞാൻ അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊള്ളാമെന്ന് ആവേശത്തോടെ വാക്ക് പറയുന്ന പ്രിയപ്പെട്ട മുസ്ലിമേ, എന്റെ നാടിന്റെ അടുത്ത് കിളിമാനൂർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തൊരു വിവാഹം കഴിഞ്ഞ മണവറ. ആ മണിയറയുടെ കളർ കടലാസുകൾ മാറ്റിയിട്ടില്ല.
മാറ്റിയിട്ടില്ല, പൂക്കൾ മാറ്റിയിട്ടില്ല, മണിയറയുടെ മനോഹാരിത നഷ്ടം വന്നിട്ടില്ല. അവിടെയാണ് ഒരു മരണം നടന്നത്. ഈ വിനീതനാണ് പൊതിയാൻ വേണ്ടി പോയത്. ആ മയ്യത്ത് പൊതിയാൻ ആ വീട്ടിന്റെ അകത്തേക്ക് കടന്നു ചെന്നപ്പോ മണവറയുടെ കട്ടിലാണ് പ്രിയപ്പെട്ടവരെ പൊതിയാൻ വേണ്ടി മയ്യത്തിനെ കിടത്തിയിരുന്നത്. അത്ഭുതം തോന്നിപ്പോ എനിക്ക്. കല്യാണം കഴിഞ്ഞിട്ട് 3 മാസം മാത്രമാണ് ഭർത്താവിന്റെ ശരീരം പൊരിഞ്ഞെടുത്തു കൊണ്ടുവരുമ്പോ പ്രിയപ്പെട്ട ഭാര്യ അവസാനമായൊരു നോക്കുന്ന കാണണമെന്ന് പറഞ്ഞ് മുടിയെല്ലാം വാരിപ്പിരുന്ന് കിടക്കുകയാണ്. ആർക്കും ഒന്നും പറയാൻ കഴിയുന്നില്ല. പാവപ്പെട്ട പൊന്നുമോള് എന്റെ പ്രിയപ്പെട്ട ഇക്ക എന്ന് വിളിച്ചുകൊണ്ട് മയ്യത്തിന്റെ അടുത്തേക്ക് വന്ന് തല ചുവലിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞ് പിടിച്ചുകൊണ്ട് അകത്തേക്ക് പോവുകയാണ്. മയ്യത്ത് കൊണ്ടുവരുമ്പോ 2-3 ഉപ്പമാരെന്നോട് പറഞ്ഞതാ, ശ്രദ്ധയോടെ കേൾക്കണേ, വളർന്നു വരുന്ന ചെറുപ്പക്കാരാ, അല്ലാഹു തരുന്ന പണത്തിന്റെ പവർ കൊണ്ട് എല്ലാം മറന്നുകൊണ്ട് ആനന്ദിക്കുന്ന, ആഹ്ലാദിക്കുന്ന, സുഖിക്കുന്ന, രസിക്കുന്ന യുവത്വമേ, ശ്രദ്ധയോടുകൂടി കേട്ടോ. 2-3 ഉപ്പമാര് പറയുകയാണ്, ഉസ്താദേ യവനതിന്റെ ആവശ്യമുണ്ടായിരുന്നോ? ഞാൻ ചോദിച്ചു, മരണമല്ലേ, അതല്ല കൊടുക്കുന്നതല്ലേ, അവൻ മനഃപൂർവ്വം ചെയ്തതല്ലല്ലോ. അപ്പോഴാണ് ഒരാള് പറഞ്ഞത്, ഉസ്താദേ 3 വർഷത്തിൽ കൂടുതൽ യവൻ ജീവിച്ചിരിക്കൂല എന്ന് തിരുവനന്തപുരം RCCയിലെ ഡോക്ടർ സർട്ടിഫിക്കറ്റ് കൊടുത്തതാ. പിന്നെ എന്തിനാണ് അവൻ കല്യാണം കഴിക്കാൻ പോയത് ഉസ്താദേ? പിന്നെ എന്തിനാണ് നിക്കാഹിന് വേണ്ടി ഒരുങ്ങിയത്? കാര്യം അന്വേഷിച്ചപ്പോൾ ആ യുവാവിന്റെ പിതാവ് പറഞ്ഞത്, ഉസ്താദേ എന്റെ പൊന്നുമോനോട് നമ്മളൊക്കെ പറഞ്ഞതാ വേണ്ട, കല്യാണം കഴിക്കണ്ടടാന്ന് പറഞ്ഞപ്പോ അവൻ പറഞ്ഞുപ്പാ, ഏതെങ്കിലും ഒരു പാവപ്പെട്ട യതീം കുട്ടിയെ കല്യാണം കഴിക്കാ. ആ പെൺകുട്ടിയുടെ കണ്ണീരുള്ള പ്രാർത്ഥന കേട്ടുകൊണ്ട് അല്ലാഹു എനിക്ക് ആഫിയത്ത് തന്നാൽ, അല്ലാഹു എന്റെ രോഗം മാറ്റി തന്നാൽ ഞാൻ രക്ഷപ്പെടുമല്ലോ. അതിനു വേണ്ടിയിട്ടാണ് ഇറങ്ങിത്തിരിച്ചത്. ഞാൻ ആ പ്രിയപ്പെട്ട ഭർത്താവ് മരിച്ചുപോയ ഭർത്താവിന്റെ വീട്ടിലേക്ക് ചെന്നു. ഭാര്യയെ ഇറങ്ങി വന്ന് വെളിയിലേക്ക് ആ പെണ്ണിനോട് ചോദിച്ചു, സുന്ദരിയായ പെൺകുട്ടിയാണ്, പാവപ്പെട്ട 16-17 വയസ്സിനകത്ത് പ്രായമുള്ള പെണ്ണാണ്. ആ പെണ്ണിനോട് ഞാൻ ചോദിച്ചു, മരിക്കുമെന്ന് ഉറപ്പുള്ള ഭർത്താവിന് വേണ്ടി എന്തിനാണ് നിക്കാഹിന് സമ്മതിച്ചതെന്ന് ചോദിച്ചപ്പോ ആ പെണ്ണ് പറഞ്ഞ കണ്ണീരിന്റെ കരയുണ്ടല്ലോ. എന്റെ പ്രിയമുള്ളവര്, ഈ പാവപ്പെട്ട നൗഷാറുവാക്കവിയുടെ കൽബിനെ തകർത്ത് കളഞ്ഞതാ. ഹദ്ദാദ് നഗറില് 7 മക്കൾക്ക് വേണ്ടി സ്വർണം കൊടുത്തവരെ നിങ്ങൾ ഭാഗ്യവതികളാ. ഹദ്ദാദ് നഗറില് 7 മക്കൾക്ക് വേണ്ടി 6000 കൊടുത്തവരെ, 5000 കൊടുത്തവരെ, 10000 കൊടുക്കുന്നവരെ, നിങ്ങളൊക്കെ ഭാഗ്യവാന്മാരാ. ആ പെണ്ണ് പറയുന്നു, ഉസ്താദേ എന്റെ വാപ്പ മരിക്കുമ്പോ ഞങ്ങള് 4 മക്കളാണ്, 4 പെമ്മക്കളാണ് ഉമ്മാക്കുള്ളത്. വാപ്പ മരിക്കുമ്പോ ഞങ്ങള് 4 പെമ്മക്കൾ യതീമീങ്ങളായ, വാപ്പ ഇല്ലാത്ത 4 മക്കളാണ് ഉമ്മാരെ മടിത്തട്ടിലുള്ളത്. അവസാന ഉമ്മയാണ് ഞങ്ങളെ 4 പേരെയും വളർത്തിയത്. ബന്ധുക്കള് സഹായത്തിനില്ല, കുടുംബക്കാര് സഹായത്തിനില്ല. എന്റെ ഉമ്മ വേറെ ഒരു വിവാഹം പോലും കഴിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാറ് 4 പെമ്മക്കളല്ലേ എന്ന് ചിന്തിച്ചുകൊണ്ട് കണ്ണീരോടെ ജീവിച്ചു. എല്ലാ വെള്ളിയാഴ്ചയാകുമ്പോഴും എന്റെ ഉമ്മ വീട്ടിൽ നിന്ന് ഒരുങ്ങിയിട്ട് പോകലുണ്ട്. എവിടേക്കാണ് പോകുന്നതെന്നറിയോ? ഓരോ ജുമാ നടക്കുന്ന പള്ളിയുടെ മുറ്റത്ത് പോയിട്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മ ഷാള് വിരിച്ചിട്ട്, എന്റെ പ്രിയപ്പെട്ട ഉമ്മ കർച്ചീപ്പ് വിരിച്ചിട്ട്, 4 പെമ്മക്കളാണ്, അവരെ ചികിത്സിക്കണം, അവരെ പഠിപ്പിക്കണം, അവരെ നിക്കാഹ് കഴിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പൈസ പിരിക്കുമായിരുന്നു. ഓരോ വെള്ളിയാഴ്ചയും ഞങ്ങൾ 4 പേരും കൂടി പൈസ എണ്ണി നോക്കാറുണ്ട്. ചില ദിവസം 850 രൂപ കാണും, ചില ദിവസം 1000 രൂപ കാണും, ചില ദിവസം 350 രൂപ കാണും. അങ്ങനെ പൈസ എണ്ണി 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 എന്റെ പ്രിയപ്പെട്ട ഉമ്മ 1ാമത്തെ മോളെ കെട്ടിച്ചു. 3 പെമ്മക്കളുടെയും കല്യാണം. എന്റെ ഉമ്മ ഓരോ പള്ളിയിൽ പോയി ഓരോ സംഘടനയ്ക്ക് അപേക്ഷ കൊടുത്തു. ഓരോ നേതാക്കന്മാരുടെ വീട്ടുവളപ്പിൽ പോയിട്ട് അവര് കൊടുക്കുന്ന കാശ് കൊണ്ട് വന്നാണ് നടത്തിയത്. എന്റെ വിവാഹപ്രായമായപ്പോ എന്റെ ഉമ്മാക്ക് ഷുഗർ ബാധിച്ചുകൊണ്ട് ഉമ്മാടെ വലത്തേക്കാല് പഴുത്തറച്ചിട്ട് എന്റെ ഉമ്മാടെ കാല് തുടയുടെ ഭാഗം വെച്ച് മുറിച്ചു കളഞ്ഞു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ പറഞ്ഞു, ഉമ്മ ഇനി ഇറങ്ങി നടക്കാൻ പാടില്ല,
1.5 കാലം കൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മ വീട്ടിലേക്ക് മടങ്ങി വന്നപ്പോ എന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, പെണ്ണേ നീ ഭാഗ്യം കെട്ടവളാ, നിന്നെ പ്രസവിച്ചപ്പോഴാണ് നിന്റെ വാപ്പ മരിച്ചുപോയത്. നിന്റെ വിവാഹത്തിന്റെ സമയമായപ്പോ എന്റെ കാല് കൂടി പോയല്ലോ, ഇനി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് എന്റെ പ്രിയപ്പെട്ട ഉമ്മ ഓരോ ദിവസവും പൊട്ടിക്കരയുമായിരുന്നു. ഉസ്താദേ, അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്റെ ഒരു കൂട്ടുകാരി വന്നിട്ട് പറഞ്ഞത്, പെങ്ങളെ നിനക്കൊരാലോചന വന്നിട്ടുണ്ട്, സ്ത്രീധനം കൊടുക്കണ്ട, 1 രൂപ പോലും കൊടുക്കണ്ട, 1 നാണയത്തൊട്ട് പോലും നിനക്ക് ചിലവില്ല, നിന്റെ ഉമ്മാക്കൊരു കാശ് പോലും ചിലവ് വരൂല. എനിക്ക് വളരെ സന്തോഷമായി. തുള്ളിച്ചാടി കുളിച്ചൊരുങ്ങിയിട്ട് ഞാൻ ഒരുങ്ങിയിരുന്നു. എന്നെ കാണാമെന്ന മണവാൾ എന്നോട് രഹസ്യമായിട്ട് സംസാരിക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് അയാൾ എന്നെ മാറ്റി വിളിച്ചുകൊണ്ട് പറഞ്ഞു, പെണ്ണേ 3 വർഷത്തിൽ കൂടുതൽ ഞാൻ ജീവിച്ചിരിക്കൂല എന്ന് തിരുവനന്തപുരം RCCയിലെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. 3 വർഷത്തിൽ കൂടുതൽ ഞാൻ ജീവിച്ചിരിക്കൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതിന് സമ്മതമാണെങ്കിൽ മാത്രമേ നീ നിക്കാഹിന് സമ്മതിക്കാവൂ എന്ന് പറഞ്ഞപ്പോ എൻ്റെ ഉമ്മാട് കണ്ണീര് സഹിക്കാനാകാറ്. എൻ്റെ ജീവിതത്തിന്റെ സുഖം ഞാൻ മറന്നുപോയി, എൻ്റെ ജീവിതത്തിന്റെ സങ്കടം ഞാൻ മറന്നുപോയി, എൻ്റെ ജീവിതത്തിന്റെ ആഹ്ലാദം ഞാൻ മറന്നുപോയി. വാപ്പയില്ലാത്തവളായി പോയില്ലേ, അനാഥ പെൺകുട്ടിയായി പോയില്ലേ, അതുകൊണ്ട് ഞാനിനി എൻ്റെ വിധിയാണെന്ന് പറഞ്ഞ് സമാധാനിച്ചിട്ട് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവനോട് പറഞ്ഞത്, ആരോടും പറയല്ല, എൻ്റെ ഉമ്മയോടും എൻ്റെ ബന്ധുക്കളോടും ആരോടും പറയരുത്, എൻ്റെ ഉമ്മ അറിഞ്ഞാൽ വിവാഹത്തിന് സമ്മതിക്കൂല എന്ന് പറഞ്ഞുകൊണ്ടാണ് നിക്കാഹിന് ഞാൻ സമ്മതിച്ചത്. എന്നിട്ട് ഞാനെന്നും ദുആ ചെയ്യുമായിരുന്നു, റബ്ബേ 3 വർഷം പോയിട്ട് 3 മാസം പോലും എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ കൂടെ മണിയറ പങ്കിടാനുള്ള ഭാഗ്യം അല്ലാഹു തന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞു പോയ തിരുവനന്തപുരം ജില്ലയുടെ അനാഥ പെൺകുട്ടിയെ പോലെ ഒരു പെൺകുട്ടി പോലെ കാസർഗോഡ് ജില്ലയിൽ ഉണ്ടാവാൻ പാടില്ല. എത്ര പാവപ്പെട്ടവർ കരഞ്ഞോ, ആ കണ്ണീരൊപ്പാ ഞങ്ങളുണ്ടെന്ന് പറയാ. പണമില്ലാതെ മരിക്കുന്നെങ്കിൽ അങ്ങ് പോട്ടടോ, പവറില്ലാതെ മരിക്കുന്നെങ്കിൽ അങ്ങ് പോട്ടടാ. ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ വിവാഹത്തിന് വേണ്ടി പണം മാറ്റി വെച്ചതിന്റെ പേരിൽ അല്ലാഹു കട്ടപ്പാട് തരുന്നെങ്കിൽ 2 കൈയും നീട്ടി സ്വീകരിച്ചോ. ആ കട്ടപ്പാട് നമുക്ക് വേണമെടാ. അഭിമാനത്തോടെ പറഞ്ഞു. ആയിരക്കണക്കിന് ജനങ്ങൾ ഒരുമിച്ച് കൂടിയ ഈ സരസ്വര സാക്ഷി നിർത്തിയിട്ട് ചോദിക്കുകയാ, 7 പെൺമക്കളുടെ വിവാഹ ആവശ്യത്തിന് വേണ്ടി 10,001 രൂപ ആരും ആലോചിക്കാറ്, മുഖത്ത് നോക്കാറ്, അല്ലാഹുവിനെ സാക്ഷി നിർത്തി പൊന്നോമന നിന്റെ മക്കളെ മാത്രം മനസ്സിൽ കണ്ടിട്ട് ആവേശത്തോടെ ചാടി എഴുന്നേറ്റ് ആദ്യം പറയാ മനസ്സ് കാണിക്കുന്നവരാരാ? പാവപ്പെട്ട നൗഷാദ് വാക്കവിക്ക് അല്ലാഹു ആഫിയത്ത് തന്നിരിക്കുന്നിടത്തോളം കാലം മരിക്കുന്നത് വരെ അവർക്ക് വേണ്ടി ദുആ ചെയ്യും, മറക്കൂല. ആരാണ് ആദ്യമായി ഈ നിറഞ്ഞു കവിഞ്ഞ മജ്‌ലിസിൽ എഴുന്നേൽക്കുന്നതാരാ? 10,001 രൂപയ്ക്ക് പകരം ഞാൻ കൊടുത്തുകൊള്ളാമെന്ന് എന്റെ പ്രിയ സുഹൃത്ത് എ ബി കലാം, അള്ളാഹു അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ. പിന്നെ തങ്ങള് KPS തങ്ങൾ, AB അബ്ദുൽ കലാം, അള്ളാഹു താല 2 പേരെയും അനുഗ്രഹിക്കട്ടെ. ഞാൻ ഈ വലിയ തുക പറയുമ്പോൾ ആർക്ക് സങ്കടം തോന്നരുത്. 100, 200, 500, 1000 രൂപ കൊടുക്കുന്നതും പുണ്യമാണ്. പക്ഷെ ഇതിന് ഞാൻ ചോദിച്ചത് മറുപടി നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ പറയും. അള്ളാഹു കഴിവ് തന്നവര് പറയും, അള്ളാഹു സ്വത്ത് തന്നവര് പറയും, അള്ളാഹു തന്നവര് പറഞ്ഞാൽ മതി, ഇല്ലാത്തവര് പറയണ്ട. വെല്ലുവിളിയല്ല. അള്ളാഹു താല ഈ 2 സഹോദരങ്ങൾ അനുഗ്രഹിക്കും. സലീം അബ്ദുൽ ഖാദർ 10,000 രൂപ, കുലൂ തക്ബീർ 3 പേർക്ക് ദുആ ചെയ്തിട്ട് ഞാൻ ചോദിക്കും, സന്തോഷത്തോട് പറയും. സ്ത്രീകൾ അതിന് പകരം, സ്ത്രീകൾക്ക് 10,000 രൂപയ്ക്ക് പകരം ഒരു സ്വർണത്തിന്റെ മുത്താണെങ്കിലും മതി, ഊരി വലിച്ചെറിഞ്ഞു കൊടുക്കും. നിങ്ങളെ ആർക്ക് വേണ്ടിയാ? ആരാ കൊണ്ടുപോയിട്ടുള്ളത്? ആരാണ് ഖബറിന്റെ അകത്ത് ആഭരണം അണിഞ്ഞു പോയിട്ടുള്ളത്? ആർക്കാണ് അതൊക്കെ ഉപയോഗത്തിന് വന്നിട്ടുള്ളത്? പാവപ്പെട്ട മക്കളുടെ വിവാഹത്തിന് അവർ കണ്ണീരോടുകൂടി ഉസ്താദുമാർ ദുആ ചെയ്തവർ ആമീൻ പറയുമ്പോൾ ആ ദുആ അള്ളാന്റെ അടുത്ത് നിന്ന് കിട്ടാൻ എന്റെ പ്രിയപ്പെട്ട ഹദ്ദാദ് നഗറിലെ സഹോദരിമാർ ഒരു ഉമ്മപെറ്റ മക്കളെ പോലെ അള്ളാഹു തന്ന സ്വത്തല്ലേ വാരി കൊടുക്ക പടച്ചോന്റെ ദീനിന് അള്ളാഹു അനുഗ്രഹിക്കട്ടെ. AB അബ്ദുൽ കലാം എന്ന് പറയുന്ന സഹോദരൻ, പിന്നെ നമ്മുടെ തങ്ങള്, അതുപോലെ സലീം അബ്ദുൽ ഖാദർ എന്ന സഹോദരൻ, PM അബ്ബാസ്
സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, കരുണക്കടലായ രാജസയ്യിദായ പടച്ചവനെ, ഇത്രയും ജനങ്ങളിൽ എല്ലാവരെയും നീ മോശക്കാരാക്കൂലെന്ന് ഞങ്ങൾക്കറിയാം. ഇതിൽ മുത്തഅല്ലിമീങ്ങളുണ്ട്, ഉസ്താദുമാരുണ്ട്, സയ്യിദന്മാരുണ്ട്, തങ്ങന്മാരുണ്ട്, തഹജ്ജുദ് പോലും മുടക്കാത്തവരുണ്ട്. റബ്ബേ, അതുകൊണ്ട് അവരിൽ ഒരാളുടെ ആമീനെ പരിഗണിച്ചുകൊണ്ട് കലാമെന്ന് പറയുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, അതുപോലെ പ്രിയപ്പെട്ട സുഹൃത്തായ തങ്ങള്, അതുപോലെ സലീം അബ്ദുൽ ഖാദർ എന്ന സഹോദരൻ, അല്ലാഹുവേ അബ്ബാസ് എന്ന മറ്റൊരു സഹോദരൻ, ഇവരഞ്ചു പേരെയും നീ അനുഗ്രഹിക്കണേ റഹ്മാന്. അവിടെ ജീവിതം നീ രക്ഷപ്പെടുത്തി കൊടുക്കണേ അല്ലാ. പാവപ്പെട്ട അനാഥ മക്കൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞ, പാവപ്പെട്ട പെൺകുട്ടികൾക്ക് വേണ്ടി പറഞ്ഞ ഈ സ്വതക്ക നീ സ്വീകരിക്കണേ അല്ലാ. അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ. രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. ഒരിക്കലും മറ്റൊരാളുടെ മുന്നിൽ പോയിട്ട് സ്വന്തം ആവശ്യത്തിന് വേണ്ടി കൈനീട്ടി യാചിക്കുന്ന അവസ്ഥ കൊടുക്കല്ലേ അല്ലാ. അവരെ കണ്ണീരിലാക്കല്ല, അവരെ കഷ്ടപ്പാടിലാക്കല്ല, അവരെ വിഷമിപ്പിക്കല്ല അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഈ തുക പറഞ്ഞവർക്ക് സാമ്പത്തിക ഭദ്രത കൊടുക്കണേ അല്ലാ. അല്ലാഹുവിടെ ആഖിറം നീ നന്നാക്കണേ അല്ലാ. ആഖിബത്ത് നന്നാക്കി കൊടുക്കണ തമ്പുരാനെ. പടച്ചവനെ, കണ്ണീരോടുകൂടി ചെയ്യുന്ന ഈ ദുആഇന് നീ മറുപടി തരണേ അല്ലാ. നീ മറുപടി തരണേ അല്ലാ. നീ മറുപടി തരണേ അല്ലാ. അവർക്ക് ഒരുപാട് വിഷയങ്ങൾ പരിഹരിക്കാനുണ്ട് തമ്പുരാനെ. ഒരുപാട് ബാധ്യതകളുണ്ട് റഹ്മാനെ. അതെല്ലാം ഇതിന്റെ ബറക്കത്ത് കൊണ്ട് പരിഹരിച്ചു കൊടുക്കണേ അല്ലാ. അറഫാത്ത് എന്ന് പറഞ്ഞ നമ്മുടെ ഈ സുഹൃത്തിന്റെ ജ്യേഷ്ഠൻ ആസിഫ് അബ്ബാസ് അല്ലേ, അടുത്ത വർഷത്തെ 10 കുട്ടികളെ ഇൻഷാ അല്ലാഹ് അടുത്ത വർഷം നമുക്ക് നിക്കാഹ് ചെയ്യിപ്പിക്കണം. അതിനു വേണ്ടിയിട്ട് 1 ലക്ഷം രൂപ അൽഹംദുലില്ലാഹ് കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്നു. കുലൂ തക്ബീർ. റഷീദ് ഐഡിയൽ, ബഹുമാനപ്പെട്ട മതപണ്ഡിതനായ അബ്ദുൽ നാസർ മദനി ഉസ്താദിന്റെ ജയിൽ മോചനത്തിനും ദീർഘായുസിനും വേണ്ടി ദുആ ചെയ്യാൻ 10,001 രൂപ. കുലൂ തക്ബീർ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, കരുണക്കടലായ പടച്ചവനെ, ഈ ദുആ നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ, മദനി ഉസ്താദിന് വേണ്ടി റഷീദ് എന്ന സഹോദരൻ 10,000 രൂപയാണ് സ്വതക്ക നൽകിയതല്ലാ. നീ സ്വീകരിക്കണേ റഹ്മാനെ. ബഹുമാനപ്പെട്ട മദനി ഉസ്താദിന് മോചനം കൊടുക്കണേ അല്ലാ. ആയുസ് കൊടുക്കണേ അല്ലാ. ആഫിയത്ത് കൊടുക്കണേ അല്ലാ. രോഗശാന്തി കൊടുക്കണേ തമ്പുരാനെ. എല്ലാ വിഷമങ്ങളും നീ മാറ്റിക്കൊടുക്കണേ റഹ്മാനെ. അദ്ദേഹത്തിന്റെ മക്കളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ഈ വിശാലമായ മൈതാനിൽ ആ പണ്ഡിതന്റെ പേര് പറയാനുള്ള മനസ്സ് കാണിച്ച അബ്ദുൾ റഷീദ് എന്ന സഹോദരനെ നീ അനുഗ്രഹിക്കണേ അല്ലാ. അടുത്ത 1 വർഷത്തെ വിവാഹ സഹായത്തിന് വേണ്ടി 1 ലക്ഷം രൂപ ഓഫർ ചെയ്ത ആ പ്രിയപ്പെട്ട ഹാരിസ് അബ്ബാസ് എന്ന സഹോദരനെ അനുഗ്രഹിക്കണേ അല്ലാ. ആ സഹോദരന്റെ ജീവിതം നീ വിജയിപ്പിക്കണേ അല്ലാ. അല്ലാഹു, ആ സഹോദരന്റെ ശാരീരിക മാനസിക സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. നൊമ്പരങ്ങളെ നീ നീക്കി കൊടുക്കണേ അല്ലാ. ജീവിതം ധന്യമാക്കണേ അല്ലാ. ആഖിബത്ത് നന്നാക്കണേ റഹ്മാനേ. 1 ലക്ഷം പറഞ്ഞ ആരിസ് അബ്ബാസ് എന്ന സഹോദരന്റെ അനിയൻ ആഷിഫ് അബ്ബാസ്, അനീഫ് അബ്ബാസ്, ഹജ്ജിന് പോകുന്നവർക്ക് വേണ്ടി ദുആ ചെയ്യാനും പിന്നെ ഭാര്യയുടെ സുഖപ്രസവത്തിന് വേണ്ടി ദുആ ചെയ്യാൻ 10,000 രൂപ. സല്ലല്ലാഹു അലാ മുഹമ്മദ്. അല്ലാഹുവേ, ദുആ നീ സ്വീകരിക്കല്ലാ. ഇത്രയും വിശാലമായ മൈതാനിയിൽ എൻ്റെ പ്രിയപ്പെട്ട യുവ സുഹൃത്തുക്കളാണ് കാസർഗോഡ് ജില്ലയിലെ കൂട്ടുകാരാമിയും പറയുന്ന ഈ സരസിനെ നീ കബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ, ആ സഹോദരന്റെ കുടുംബത്തിൽ നിന്ന് ഹജ്ജിന് പോകുന്നവർക്ക് എത്രയും പെട്ടെന്ന് ഇതിനുള്ള അവസരം നീ ഒരുക്കി കൊടുക്കണേ അല്ലാ. ഒരു തടസ്സവും നീ കൊടുക്കല്ലേ അല്ലാ. ഒരു നൊമ്പരവും നീ കൊടുക്കല്ലേ അല്ലാ. ഒരു പ്രയാസവും നീ കൊടുക്കല്ലേ അല്ലാ. അല്ലാഹുവേ, പടച്ചവരെ, ആ സഹോദരന്റെ പ്രിയപ്പെട്ട ഭാര്യക്ക് സുഖപ്രസവം കൊടുക്കണേ അല്ലാ. ആരോഗ്യമുള്ള കുഞ്ഞിനെ കൊടുക്കണേ അല്ലാ. എല്ലാ വിഷമങ്ങളും എല്ലാ നൊമ്പരങ്ങളും നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. ബുഷറ അമീർ മസ്താൻ 1 പവൻ സ്വർണ്ണാഭരണം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹസീന അബ്ദുൽ നാസർ പൗവൽ ഭർത്താവിന്റെ ഷുഗർ മാറിക്കിട്ടാൻ മക്കളെ ഇൽമ പഠിക്കാനും വേണ്ടി 5000 രൂപ കൊടുക്കാമെന്ന്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ,
ബുശറാമീർ മസ്താൻ എന്ന 1 പവൻ സ്വർണം കൊടുക്കാമെന്ന് പറഞ്ഞ പെങ്ങളെ നീ അനുഗ്രഹിക്കണേ തമ്പുരാന്. അല്ലാഹുവേ, അമീർ മസ്താൻ എന്ന ആ പ്രിയ കൂട്ടുകാരന്റെ വീട്ടിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാ, ഐശ്വര്യം കൊടുക്കണ തമ്പുരാന്. എല്ലാവിധ സന്തോഷവും സമാധാനവും ആ സഹോദരൻ മക്കൾക്കും ബുശറ എന്ന ഭാര്യക്കും നീ കൊടുക്കണേ അല്ലാ.